ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരു കള്ളനുണ്ട്. വലിയ കള്ളനൊന്നുമല്ല, അത്യാവശ്യം തക്കാളി, ആപ്പിള് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് മാത്രമാണ് അയാൾ മോഷ്ടിക്കുന്നത്. പുള്ളിക്ക് വിശപ്പിച്ചിരി കൂടുതലാണ്, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസോ മറ്റാരും അതിനെതിരായിട്ട് ഒന്നും പറയാറുമില്ല. എന്നാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഒരു പെരും കള്ളിയുണ്ട്. അതാരാണെന്നറിയാമോ? ഇപ്പോൾ ഒരു പ്രമോ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ജിസേലാണ്. ജിസേലിനെ കൊണ്ട് സത്യത്തിൽ ബിഗ് ബോസ് പൊറുതിമുട്ടുകയാണോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പരസ്യമായി ജിസേലിന്റെ പേർ വിളിച്ചിട്ട് ഇത് നിങ്ങളുടെ ലാസ്റ്റ് വാർണിംഗ് ആണ് എന്ന് പറയുകയും ചെയ്തു. എന്താണ് കാരണം? ജിസേൽ മിക്കപ്പോഴും ബിഗ് ബോസിന്റെ റൂളുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജിസേൽ കാരണമാണ് ബിഗ് ബോസ് ഈ ഷോ തന്നെ താൽക്കാലികമായി നിർത്തിവെക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറപ്പെടുവിച്ചത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനോടകം എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെയല്ല ഈ സീസണിൽ ബിഗ് ബോസ് കൊടുക്കുന്ന മേക്കപ്പ് ഐറ്റംസും അതുപോലെ വസ്ത്രങ്ങളും അതൊക്കെ മാത്രമേ ഇടുവാനുള്ള അനുവാദമുള്ളൂ. സ്വയമായി കൈ കരുതിയതും അതുപോലെ അടിച്ചു മാറ്റിയതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം തിരികെ കൊടുക്കുവാൻ പറഞ്ഞു. എല്ലാവരും അത് തിരികെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ജിസേൽ ഇപ്പോഴും എവിടെയൊക്കെയോ ചിലതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒളിപ്പിച്ചു വെച്ച സാധനങ്ങൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത് ബിഗ് ബോസ് പിടിച്ചതിന് ശേഷം അതിന് കൃത്യമായി വാർണിംഗ് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഷോ നിർത്തിവെക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് എല്ലാം തീർന്നു, നന്നായി എന്നാണ്. പക്ഷേ ജിസേൽ നന്നായിട്ടില്ല. ക്യാമറ കണ്ണുകളെ പോലും വെട്ടിച്ച് എവിടെയൊക്കെയോ താൻ മേക്കപ്പ് ഐറ്റംസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് താൻ ആരും കാണാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് പുറത്തു വരുമ്പോൾ മേക്കപ്പ് സാധനങ്ങൾ പുരുഷന്മാർക്കറിയില്ല, പക്ഷേ സ്ത്രീകൾക്കറിയാം. അനുമോളും ആദിലയും നൂറയും ഒക്കെ കൂടെ രാവിലെ ജിസേൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ബിഗ് ബോസ് അനുവദിച്ചിട്ടില്ലാത്ത മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും ബിഗ് ബോസ് കൊടുത്തിട്ടില്ലാത്ത ജ്വല്ലറി ഐറ്റംസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ ക്യാപ്റ്റൻ ഷാനവാസിന് ഇവർ പോയി കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓർക്കുക, ജിസേലിന് ലാസ്റ്റ് വാർണിംഗ് കിട്ടിയതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ജിസേലിന്റെ മേക്കപ്പ് ഐറ്റംസ് അനുമോൾ കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോഴും ജിസേൽ അത് സമ്മതിക്കുന്നില്ല. ഇത് എന്റേതല്ല എന്ന് തുറന്നടിച്ചു. അനുമോൾ അപ്പോൾ പറയുന്നുണ്ട്, ഞാനിത് ദൂരെ നിന്നുകൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൾ എപ്പോഴും എന്നെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അനുമോൾ പറയുന്നുണ്ട്, ഒരു 3 പ്രാവശ്യമെങ്കിലും ബിഗ് ബോസ് ഇത് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചടിക്കുകയാണ്, നീയാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. നിന്റെ ചുണ്ട് കണ്ടാൽ അറിയാം, നിന്റെ ചുണ്ടിൽ നീ ലിപ്സ്റ്റിക് തേച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അവരങ്ങോട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്നോടുള്ള കുശുമ്പാണ് ഈ പറയുന്നത്. തുടർന്ന് കാണുന്നത് പാതിരാത്രിയിൽ ജിസേലിന്റെ കട്ടിലിന്റെ ഡ്രോയർ മുഴുവൻ പരിശോധിക്കുകയാണ്. ജിസേൽ പെട്ടെന്ന് ചൂടായിക്കൊണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇവൾ എന്തിനാണ് ഇപ്പോഴിത് പരിശോധിക്കുന്നത്? ആര്യനാണ് പറയുന്നത്, എനിക്കറിയത്തില്ല, അവൾക്കത് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. തുടർന്ന് അനുമോള് പൊക്കുകയാണ്. ഈ സാധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ഡ്രോയറിനകത്തുനിന്ന് പൊക്കി ഉയർത്തി കാണിക്കുന്നതോടുകൂടിയാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് നെവിന്റെ മോഷണത്തെക്കുറിച്ചാണ്. തക്കാളിയും ആപ്പിളും ഒക്കെ മോഷ്ടിക്കാറുണ്ട്, പക്ഷേ ഇത് അതുപോലെയല്ല. ഒരുപക്ഷെ നെവിനോട് അടുത്ത ആഴ്ച ലാലേട്ടൻ ഇതിനെപ്പറ്റി ചോദിക്കും. അതൊരു കുസൃതിയായിട്ട് മാത്രം കണ്ട് വിടുവാനാണ് സാധ്യത. എന്നാൽ ജിസേൽ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പെട്ടി അത് ഞങ്ങൾ അങ്ങ് മുംബൈയിലേക്ക് കയറ്റി അയക്കുകയാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞതുപോലെ വരുന്ന വീക്കെൻഡിൽ ഒരുപക്ഷെ ജിസേലിനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും പായ്ക്ക് ചെയ്ത് അയക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസ് വളരെ കർശനമായി ഇടപെടുകയും വാർണിങ്ങുകൾ കൊടുക്കുകയും ചെയ്തു. ജിസേൽ കാരണം ഈ ഷോ നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും ഒളിച്ചിരുന്നു കൊണ്ട് ഈ പരിപാടികൾ നടത്തുമ്പോൾ അത് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ നഗ്നമായ ഉദാഹരണമാണ്. ജിസേൽ ഒരു ബ്രില്യൻറ്റ് പ്ലെയർ തന്നെയാണ്. ഫൈനൽ 5 വരെയോളം എത്തും എന്ന് ഏകദേശം നമുക്ക് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോഴേ ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ്. കാലിബറുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത് വാർണിങ്ങുകൾ ലഭിച്ചിട്ടും ആവർത്തിച്ച് ചെയ്യുന്ന വ്യക്തി, അത് എത്ര കഴിവുള്ളയാളാണെങ്കിലും പുറത്തു പോയേ പറ്റൂ. നമ്മൾ ഈ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ പവൻ കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേൽ ചാഞ്ഞാൽ അത് മുറിച്ചേ കഴിയൂ. അതുകൊണ്ട് ഈ കടുത്ത നിയമലംഘനങ്ങൾക്കുള്ള പിഴയായി ബിഗ് ബോസ് ജിസേലിനെ ഇതിനകത്തൊന്ന് പായ്ക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാത്തിരിക്കാം.